ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ ജാതകത്തിലെ ബാലപാഠത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ ഒരു ജാതകത്തിൽ രണ്ടക്ഷരം എങ്ങനെ എഴുതണമെന്ന് പഠിച്ചു. 2-3 ദിവസമായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടക്ഷരം ഒരു ജാതകത്തിൽ മൊത്തം 9 ഗ്രഹങ്ങളെയാണ് നോട്ട് ചെയ്യുന്നത്. 9 ഗ്രഹങ്ങളെയും ഒരു ലഗ്നം, മൊത്തം ഒരു ജാതകത്തിൽ 10 അക്ഷരമാണ് കാണുക. 7 ഗ്രഹങ്ങൾ, രാഹു, കേതു, പിന്നെ ലഗ്നം. ചിലയിടത്ത് ഗുളികൻ എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ശനിയുടെ മകനാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ കുറച്ച് പഠിപ്പിച്ച് തരാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല ഗുളികൻ. അത് കഴിഞ്ഞിട്ട് ഈ 9 അക്ഷരങ്ങളാണല്ലോ ഒരു ജാതകത്തിൽ കാണുന്നത്. ആ അക്ഷരങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആ അക്ഷരങ്ങളിൽ രവി, സൂര്യൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. ലഗ്നം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കണക്കാക്കാനാണ്. ചന്ദ്രൻ നമ്മൾ ഇതിന് കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. ആകാശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആകാശത്ത് കിടക്കുന്ന സമയത്ത് ഒരു വലിയൊരു വൃത്തമാണ് ആകാശത്ത് നമ്മളെ കാണുന്നത്. 360 ഡിഗ്രിയുള്ള വൃത്തം. ആ വൃത്തത്തിനെ 12 അംശമായിട്ട് ഭാഗിച്ചിട്ടുണ്ടെന്നും നമ്മൾ പറഞ്ഞു. അതാണ് രാശികളെന്നും നമ്മൾ പറഞ്ഞു. അതിൽ 9 ട്രാക്കിൽ ഓടിക്കുന്നുണ്ട്, 9 ഗ്രഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ചില ട്രാക്ക് അംശത്തിൽ 2-3 ഗ്രഹങ്ങൾ കാണാം, ഇല്ലെങ്കിൽ ഗ്രഹങ്ങൾ കാണൂല. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് നക്ഷത്രങ്ങളെ പറ്റിയാണ്. പിന്നെ ചന്ദ്രൻ്റെ മൂവ്മെൻറ്റും ചന്ദ്രൻ്റെ വ്യതിയാനവും നക്ഷത്രവും എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചന്ദ്രൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. അത് ഭൂമിയെ ചുറ്റുന്നുണ്ട്. അത് ഭൂമിയെ ചുറ്റാനായിട്ട് 27 ദിവസം പിടിക്കും. ശ്രദ്ധിക്കുക, ചന്ദ്രൻ ഭൂമിയെ ഒരു ചുറ്റാനായിട്ട് ചന്ദ്രൻ എടുക്കുന്ന സമയം 27 ദിവസമാണ്. ഈ 27 ദിവസം എന്ന് പറയുമ്പോൾ 12 അംശമല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, 12 ഘട്ടമല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 27-നെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് 2.25 അപ്പോൾ ഒരു 2.25 ദിവസം ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കും. അതിനെയാണ് ചന്ദ്രൻ രാശിയിൽ നിൽക്കുന്നതാണ് കൂറ് എന്ന് പറയുന്നത്. മേടരാശിയിൽ ചന്ദ്രൻ 2.25 ദിവസം നിൽക്കും. അതാണ് മേടക്കൂറ്. ഇടവരാശിയിൽ ചന്ദ്രൻ 2.25 ദിവസം നിൽക്കും. അതാണ് ഇടവക്കൂറ്. മിഥുനരാശിയിൽ ചന്ദ്രൻ 2.25 ദിവസം നിൽക്കും. അതാണ് മിഥുനക്കൂറ്. കർക്കിടകത്തിൽ ചന്ദ്രൻ 2.25 ദിവസം നിൽക്കും. അതാണ് കർക്കിടകക്കൂറ്. ഇങ്ങനെ ഓരോ കൂറായിട്ട് വന്നിട്ട് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം വരെ എത്തും. ഇതാണ് നമ്മൾ കൂറ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കൂറ് വരുന്നത്. അതിന് മുമ്പായിട്ട് ചന്ദ്രൻ ഒരു രാശിയിൽ കടക്കുന്ന ദിവസം 2.25 ദിവസമാണെന്ന് ആദ്യം പഠിക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആകാശത്തിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളെയെല്ലാം നമ്മൾ ഈ അശ്വതി എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമല്ല, ഒരു നക്ഷത്ര സമൂഹമാണ്. ആ നക്ഷത്ര സമൂഹത്തിനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു രൂപമാണ് നമ്മൾ നക്ഷത്രത്തിന് പേരിട്ട് കൊടുത്തിരിക്കുന്നത്. പഴയ യവനന്മാരും ഗ്രീക്കന്മാരും എല്ലാവരും തന്നെ നക്ഷത്രങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ ഒരു സമൂഹത്തിനെ നോക്കിയിട്ടാണ്. അതിൽ ഒരു നക്ഷത്രം കൂടുതലായിട്ട് തിളങ്ങും. അതിനെ നമ്മൾ ആ സമൂഹത്തിൽ ആ പേര് പറയുന്ന നക്ഷത്രങ്ങളിൽ ആ ഗ്രൂപ്പിൽ ഏറ്റവും മികച്ച തിളങ്ങി നിൽക്കുന്നതായിരിക്കും ആ നക്ഷത്രമായിരിക്കും നമ്മളെ അശ്വതി എന്ന് പറഞ്ഞാൽ നക്ഷത്രം നമ്മൾ ഊഹിക്കാം. അപ്പോൾ 27 തിളങ്ങുന്ന നക്ഷത്രങ്ങളും അതിന് ചുറ്റിലും ധാരാളം തിളങ്ങാത്ത നക്ഷത്രങ്ങൾ, എല്ലാം തിളങ്ങുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങളെ എല്ലാം ഈ 12 അംശത്തിലേക്ക് ഭാഗിച്ചിരിക്കുകയാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ 27 ഈ 12 അംശങ്ങളുടെ ഘട്ടത്തിലേക്ക് ഭാഗിച്ചു കഴിഞ്ഞാൽ ഒരു അംശത്തിൽ നമുക്ക് 2.25 ഗ്രൂപ്പിലുള്ള നക്ഷത്ര സമൂഹങ്ങൾ കിട്ടും. 2.25 നക്ഷത്ര സമൂഹങ്ങൾ കിട്ടും. ഒരു നക്ഷത്ര സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട് നിൽക്കുന്നതാണ് ആ പേരുള്ള നക്ഷത്രമെങ്കിലും ആ നക്ഷത്ര സമൂഹത്തിൻ്റെ പടം നോക്കിയിട്ടാണ് അതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. നക്ഷത്ര സമൂഹം പറഞ്ഞാൽ 5-10 നക്ഷത്രങ്ങൾ ഉണ്ടാവും ഒരു സമൂഹത്തിൽ. അതിൽ ഒരു നക്ഷത്രം വളരെ തിളങ്ങി നിൽക്കും. അപ്പോൾ ആ പേരുള്ള നക്ഷത്രമാണ് തിളങ്ങി നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രം
ഒരു 20-30 നക്ഷത്ര സമൂഹമാണത്. അതിൽ ഒരു തിളങ്ങി നിൽക്കുന്നതാണ് അശ്വതി നക്ഷത്രം. അപ്പോൾ ഇങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുഴുവൻ 27 ഭാഗിച്ചിട്ട് 27 ഗ്രൂപ്പുകളാക്കി ഭാഗിച്ചിട്ട് ഓരോ അംശത്തിലായിട്ട് ഇരുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ അംശത്തിലും എത്ര 2.25 നക്ഷത്ര ഗ്രൂപ്പുകളാണ് കാണുക. 2.25 മൊത്തം 2.25 നക്ഷത്ര ഗ്രൂപ്പുകൾ കാണും. മൊത്തം അവിടെ കാണുന്നത് 2.25 നക്ഷത്ര ഗ്രൂപ്പുകൾ. അപ്പോൾ നമുക്ക് കാല അര എന്നൊക്കെ പറയുന്നതിന് പകരം ഈ കാലം എന്നുള്ളത് ഒരു പാദമായിട്ടെടുക്കാം. അപ്പോൾ 27 നക്ഷത്രങ്ങൾക്ക് 4 പാദമുണ്ട്. ഓരോ നക്ഷത്രത്തിനും 4 പാദമുണ്ടെന്ന് കരുതുക. അപ്പോൾ 27 നക്ഷത്രങ്ങൾക്ക് 4 പാദമായാൽ 108 നക്ഷത്ര പാദങ്ങളായി. 108 ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങൾ. അപ്പോൾ 27 നക്ഷത്രത്തിന് 108 പാദങ്ങൾ. ഈ 108 പാദങ്ങൾ ഈ 12 രാശിയിൽ ഭാഗിച്ചു കഴിഞ്ഞാൽ ഒരു രാശിയിൽ കാണുന്നത് 9 പാദങ്ങളാണ്. 27 നക്ഷത്രങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന നക്ഷത്രത്തിനാണ് ആ നക്ഷത്ര സമൂഹത്തിൻ്റെ ഷേപ്പിലുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ആ 27 നക്ഷത്ര ഗ്രൂപ്പിൽ ഒരു മൊത്തം 12 അംശങ്ങളായിട്ട് ഭാഗിക്കുമ്പോൾ ഒരു അംശത്തിൽ 2.25 നക്ഷത്രം വരും. അപ്പോൾ ഒരു നക്ഷത്രത്തിന് 2.25 നക്ഷത്രം, പിന്നെ അടുത്ത ഗ്രൂപ്പിൽ 2.25 നക്ഷത്രം, മൊത്തം 2.25 നക്ഷത്ര ഗ്രൂപ്പുകൾ ഓരോ രാശിയിലും ഉണ്ടാവും. അപ്പോൾ ഈ നക്ഷത്ര ഗ്രൂപ്പുകളെ 27 നക്ഷത്ര ഗ്രൂപ്പുകളാണല്ലോ. അപ്പോൾ അതിന് 12 ഭാഗിക്കുമ്പോൾ 2.25. അപ്പോൾ ഇങ്ങനെ കാലാരാധനൊക്കെ പറയുന്നതിന് പകരം നക്ഷത്ര ഗ്രൂപ്പുകളെ നക്ഷത്രങ്ങളെ പാദങ്ങളായിട്ട് എടുക്കാം. ഒരു നക്ഷത്ര ഗ്രൂപ്പിനെ നമുക്ക് 4